നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് 35. സംവത്സരം തന്നെയാകുന്നു പ്രജാപതി. അതിന് ദക്ഷിണായനമെന്നും ഉത്തരായണമെന്നും രണ്ടയനങ്ങളുണ്ട്. കർമ്മം അഭീഷ്ടസിദ്ധിക്കാണ് എന്ന് കരുതി ഉപാസിക്കുന്നവർ ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ സന്താനങ്ങളെ ഇച്ഛിക്കുന്ന ഋഷിമാർ ദക്ഷിണായന മാർഗത്തെ പിന്തുടരുന്നു. പിതൃയാനം എന്ന് പറയുന്ന ഈ രയി ചന്ദ്രലോകം തന്നെയാകുന്നു. സൂര്യന് രണ്ട് അയനങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉത്തരായണമെന്നും ഒന്ന് ദക്ഷിണായനമെന്നും. ഉത്തരായണ കാലം എന്നാണ്, അത് വളരെ ശ്രേഷ്ഠമായ കാലം എന്നാണ് പറയപ്പെടുന്നത്. അതിനാണ് നമ്മുടെ മഹാഭാരതത്തിൽ നമ്മുടെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുമ്പോൾ ശരശയ്യയിൽ കിടന്ന് മരണത്തിനായ സ്വച്ഛന്ത മൃത്യുവായ അദ്ദേഹത്തിന് മരണത്തിനെ കാത്ത് കിടക്കണ. ഇപ്പോൾ ഉത്തരായണം വരെ കാത്തു കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തരായണത്തിന് വളരെ ശ്രേഷ്ഠതയുണ്ടെന്നാണ് പറയുന്നത്. ആ ഉത്തരായണ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 21 ശേഷം ജൂൺ 20-21 വരെയാണ്. അതിനുശേഷം ബാക്കി ഡിസംബർ ബാക്കിയുള്ളവരാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രണ്ട് ഘട്ടങ്ങൾ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ചിലർ ഉത്തരായണ മാർഗത്തിലൂടെ തപസ്, ബ്രഹ്മചര്യം, ശ്രദ്ധ, വിദ്യ എന്നിവയാൽ ജഗത് പ്രാണരൂപനായ സൂര്യനെ അന്വേഷിച്ച് സൂര്യലോകത്തെ പ്രാപിക്കുന്നു. ഈ സൂര്യലോകം തന്നെയാകുന്നു പ്രാണങ്ങളുടെ ഇരിപ്പിടം. അത് നാശരഹിതവുമാണ്. വൃദ്ധിക്ഷയങ്ങളിൽ ഭയമില്ലാത്തതാകുന്നു. അവിടെ ചെന്നെത്തിയാൽ പിന്നെ പുനർജന്മമാകുന്ന തിരിച്ചുവരവില്ല. അജ്ഞാനികൾക്ക് അവിടെ പ്രവേശനമില്ല. അക്കാര്യം വ്യക്തമാകുന്ന ശ്ലോകം താഴെ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം.